എടി നിനക്ക് നല്ലൊരു കാര്യം അറിയാം, ഞാനൊരു 15 സാരി അങ്ങോട്ട് വാങ്ങി. ഞാൻ ഒരു കുറവും വരത്തില്ല. ആണോ? അടിപൊളി, സൂപ്പർ. എനിക്ക് വിഷമായിട്ടിരിക്കുമ്പോണ്ടല്ലോ നന്നായിട്ടൊന്ന് ഒരുങ്ങിയിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് പോയി വന്നാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാ. അല്ലടി, 15 സാരി കുറച്ച് കൂടുതലല്ലേ? ഹലോ, ആ ശരി, കയറാം. 7 മണിക്കല്ലേ? ഓക്കെ കയറിക്കോളാം. ആരാടി വിളിച്ചത്? അത് നമ്മുടെ ദൃഢരെ മെഡിറ്റേഷൻ ഗ്രൂപ്പിൽ നിന്ന് കോള് വന്നതാ. ഇന്ന് രാത്രി 7 മണിക്ക് നമുക്ക് മെഡിറ്റേഷൻ ഉണ്ടേ. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാ. അതിൽ അവരുടെ അഡ്മിൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ കറക്റ്റായിട്ട് നമ്മളെ ഇൻഫോം ചെയ്തുകൊണ്ടിരിക്കും. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ഈ വക മെഡിറ്റേഷൻ ഗ്രൂപ്പിലൊക്കെ പോയി ജോയിൻ ചെയ്തുകൊണ്ടിരുന്നിട്ട്? അതിനുള്ള പ്രായമൊക്കെ ആയോ നിനക്ക്? ഹലോ മാഡം, മാഡത്തിന് 15 സാരി വാങ്ങിയപ്പോൾ മനസ്സിലൊരു കുളിർമ ഉണ്ടായില്ലേ? അതേപോലെ തന്നെയല്ല എല്ലാവരുടെ സന്തോഷം വേറെ വേറെയാ. എനിക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പോഴുള്ള സന്തോഷം എന്ന് വെച്ചാൽ മാഡത്തിന് സാരി വാങ്ങിയപ്പോഴാവും സന്തോഷം കിട്ടിയിട്ടുണ്ടാവുക. മാഡത്തിനെ പോലെ കുറച്ച് ആൾക്കാർ മാഡം ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുമ്പോഴാണ് അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് സന്തോഷമുള്ളൂ എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാർ. അത് വെറും തെറ്റിദ്ധാരണയാണ്. എല്ലാവരുടെ സന്തോഷങ്ങളും ഒന്നല്ല. പലർക്കും പല പല കാര്യങ്ങൾ ചെയ്യുമ്പോഴായിരിക്കും സന്തോഷം കിട്ടുക. ചില ആൾക്കാർക്ക് യാത്ര പോണത് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചില ആൾക്കാർക്ക് യാത്ര പോണത് ഇഷ്ടമുണ്ടാവില്ല. ചിലർക്ക് പൂരത്തിന് പോണത് ഭയങ്കര സന്തോഷമാവും, ചിലർക്ക് പൂരത്തിന് പോണത് സന്തോഷം ഉണ്ടാവില്ല. എന്നെപ്പോലെ സന്തോഷിക്കുക എന്ന് പറയണതിൽ യാതൊരു അർത്ഥവും ഇല്ല കേട്ടാ. സന്തോഷം പലർക്കും പലതാണ് മോളെ.